അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ പാപങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപങ്ങളിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കൊളോസ്യർ എഴുതിയ ലേഖനം. എന്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് അങ്ങ് നൽകിയ ശിക്ഷ ന്യായയുക്തമാണ്. കാരണം ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചില്ല. ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ സത്യസന്ധരായി വർത്തിച്ചുമില്ല. അങ്ങ് ഇഷ്ടാനുസരണം എന്നോട് പ്രവർത്തിക്കുക. എൻ്റെ ജീവൻ തിരിച്ചെടുത്തുകൊള്ളുക. ഞാൻ മരിച്ച് മണ്ണായി തീർന്നുകൊള്ളട്ടെ. ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ്. മിഥ്യാപവാദങ്ങൾക്ക് ഞാൻ ഇരയായിരിക്കുന്നു. എൻ്റെ ഹൃദയവ്യത ദുസ്സഹമാണ്. ഈ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടി ശാശ്വത ഭവനത്തിലേക്ക് പോകാൻ അങ്ങ് കൽപ്പിച്ചാലും അങ്ങ് എന്നിൽ നിന്ന് മുഖം തിരിക്കരുതേ. അന്ന് തന്നെ മറ്റൊരു സംഭവമുണ്ടായി. മേദിയായിലെ എഗ്ബാഥാനായ റെഗുവേലിന്റെ മകൾ സാറായെ അവളുടെ പിതാവിന്റെ പരിചാരികമാർ അധിക്ഷേപിച്ചു. 7 പ്രാവശ്യം വിവാഹം ചെയ്തതാണ് അവൾ. എന്നാൽ അവളെ പ്രാപിക്കുന്നതിന് മുൻപ് ഓരോ ഭർത്താവും അസ്മോദേവോസ് എന്ന ദുഷ്ടപിശാചിനാൽ വധിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ പരിചാരികമാർ അവളോട് ചോദിച്ചു, നീ തന്നെയല്ലേ ഭർത്താക്കന്മാരെ കഴുത്തു ഞെരിച്ച് കൊന്നത്? 7 പേരെ നിനക്ക് ലഭിച്ചു. എന്നാൽ ആരുടെയും നാമം ധരിക്കാൻ നിനക്കിടയായില്ലല്ലോ. ഞങ്ങളെ തല്ലുന്നതെന്തിനാണ്? അവർ മരിച്ചെങ്കിൽ നീയും അവരോടൊപ്പം പോവുക. നിന്റെ മകനെയോ മകളെയോ കാണാൻ ഞങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ. ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിന്റെ ആധിക്യത്താൽ തൂങ്ങി മരിച്ചു കളയാമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. എങ്കിലും അവൾ പുനർചിന്തനം ചെയ്തു, ഞാൻ പിതാവിൻ്റെ ഏക മകളാണ്. ഞാൻ ഇങ്ങനെ ചെയ്താൽ അവനത് അപമാനകരമായിരിക്കാം. വൃദ്ധനായ എൻ്റെ പിതാവ് വേദന കൊണ്ട് മരിക്കും. ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും പരസ്പരം ഇണയും തുണയുമാക്കി കുടുംബജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി അനുഗ്രഹിക്കുകയും ചെയ്ത സർവശക്തനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് വിവാഹമെന്ന പരിശുദ്ധ കൂദാശ സ്വീകരിച്ച് കുടുംബജീവിതം ആരംഭിക്കുവാൻ തയ്യാറായി പുറപ്പെടുന്ന ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട മകനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരസ്പര വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടെ ജീവിത പങ്കാളിയോടൊത്ത് പങ്കുവെച്ച് സമാധാനപൂർണമായ കുടുംബജീവിതം നയിക്കുവാൻ ഈ ദാസനെ ഇതിനെ അനുഗ്രഹിക്കണമേ. അമ്മേ, മാതാവേ, വിശുദ്ധ യൗസേപ്പ് പിതാവേ, തിരുകുടുംബത്തെ പോലെ ഇവരുടെ കുടുംബവും ആയി തീരുവാൻ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങൾ തൻ യാത്രയിൽ